ലാലേട്ടന് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സെറ്റിലുള്ള പിക്ചേഴ്സ് ആണോ? ലാൽ സാറിന്റെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. സോ എല്ലാവരും എടുക്കുകയാണ്. അപ്പൊ എനിക്കും കുറച്ച് എന്റെ കാൻഡിഡ് പിക്ചേഴ്സ് ആണ് കുറച്ച് കിട്ടി. എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ബിലീവ് ചെയ്യും. അതുകൊണ്ട് അവര് എന്നോട് പറഞ്ഞു ടൈറ്റിൽ മാറ്റിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു റിലീസായ പടത്തിന് ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് മമ്മൂക്കയാണോ? മമ്മൂട്ടി സാറാണ്. മോർണിംഗ് സ്പോട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന മുമ്പ് അതൊക്കെ പറയുന്നത്. വിജയ് സാറിനെ കാണുന്ന അപ്പോഴാണോ? തിരുപ്പാച്ചിയുടെ സെറ്റിലാണോ? ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത്ര ഫ്രീക്വന്റ് ആയിട്ടല്ല. എപ്പോഴെങ്കിലും വിളിക്കും ഇങ്ങനെ കുട്ടീനെ, അല്ലെങ്കിൽ വീട്ടില് എങ്ങനെയുണ്ട് വൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് അടുത്താണെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കണ്ടിട്ട് വരും. ഇവിടെ കുട്ടികൾ പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലേ? അയ്യോ അച്ഛാ പോകല്ലേ. ചേച്ചി അതൊന്ന് പറയാമോ ഒരു 3 വട്ടം? ആ ഡയലോഗ് എന്റെ ലൈഫിൽ വേറെ ഒരു മൊമെന്റിൽ എനിക്ക് മൈൻഡിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫണ്ണി ഫീൽ എനിക്കില്ല. എൻ്റെ അച്ഛൻ്റെ ഡിമൈസിൽ അച്ഛനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഒരു ലാംഗ്വേജിലാണല്ലോ, അപ്പോൾ അയ്യോ അച്ഛാ പോലേന്ന് ഒരു നമുക്ക് തോന്നില്ലേ? ആ സമയത്ത് എനിക്ക് ഈ ഡയലോഗ് ഓർമ്മ വന്നേ കുട്ടികൾ പറയുന്നത്. സോ അതുകൊണ്ട് അതെനിക്ക് അതിൻ്റെ ഒരു ഫണ്ണി ഫീൽ ഉണ്ട്, ഇല്ല അങ്ങനെ പറയാം. അത് ആക്ച്വലി പല്ലാവൂർ ദേവനാരായണൻ എനിക്ക് മമ്മൂട്ടി സാറുടെ കൂടെ സെക്കൻഡ് മൂവിയാണ്. തമിഴിൽ ഞാനൊരു പടം ചെയ്തു മമ്മൂട്ടി സാർ. അതാണ് ഫസ്റ്റ്. സാർ പോകുന്ന സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മള് ഹീൽസ് ഇട്ടിട്ട് സാരി ഇട്ടിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ സാർ പറഞ്ഞു മഹാൽ എക്സ്പ്രസ് എന്ന് വിളിച്ചു. എനിക്കത് എന്താണെന്ന് അപ്പൊ അറിയില്ല. എന്താ ഞാൻ വിചാരിച്ചു എക്സ്പ്രസ് എന്ന വേർഡ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ ഭയങ്കര ഫാസ്റ്റ് എന്ന് പറയണു വിചാരിച്ചു ആദ്യം. പിന്നീടാണ് അറിയുന്നത് ഈ മധുരൈ പോകുന്ന ട്രെയിനിന്റെ പേരാണ് മഹാൽ എക്സ്പ്രസ്, which is really slow. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പൊ ചേച്ചി അങ്ങനെ നമ്മുടെ മൂവിയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർ ഇങ്ങനെ ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ, ഒരു അറ്റാച്ച്മെന്റ് തോന്നുകയാണ്. ഓരോ ക്യാരക്ടേഴ്സും ഇവിടെ വന്നതിലും ഓരോരുത്തരുടേതായ ഒരു എനർജി ഉണ്ട്, വൈബ്രൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവർ കയറുന്നതിന് മുന്നേ ഞാൻ ചേച്ചിയോട് ചോദിച്ചു നിർത്തിയതാണ് നമ്മൾ സായിനെ കുറിച്ചായിരുന്നു അല്ലേ? സായി പൈലറ്റ് ആണ്. അപ്പം ഒരുപാട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യണം അല്ലെ, സ്റ്റഡീസിലായാലും അത്രയും ഫോക്കസ് ആയിട്ട് ഒരു എയിമിൽ എത്തണം. എപ്പോ തൊട്ടാണ് മോൾക്ക് ഇങ്ങനെ ഒരു കരിയർ ഫോക്കസ്ഡ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന ആഗ്രഹം തോന്നിയത് എപ്പോ തൊട്ടാണ്? അവൾ ആക്ച്വലി ഭയങ്കര സ്റ്റുഡിയോസ് ആണ്. ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് അവളുടെ ഫ്രം ദ ബിഗിനിങ്. പിന്നെ 11th ഗ്രേഡ് കഴിയുമ്പോഴാണ് അവൾ ഇത് പറയുന്നത്. അതിനു മുമ്പ് ബൈക്ക് റേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവള് പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ശരി കുറച്ചു പോയ അവളുടെ മൈൻഡ് മേ ബി ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചു. ഒന്ന് മെഡിസിൻ എടുക്കട്ടെ. അങ്ങനെ നമ്മള് വളരെ ഒരു എല്ലാവരും തിങ്ക് ചെയ്യുന്ന അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അവള് അങ്ങനെയല്ല, ഭയങ്കര ലോജിക്കൽ പേഴ്സൺ ആണ്. കുറച്ച് എൻറ്റയർലി ഷീസ് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം. ഇപ്പം എന്താ നിങ്ങളുടെ ഇടയിലുള്ള സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോള് അങ്ങ് ഉയരങ്ങളിലാണ് അല്ലേ? അമ്മ ഇവിടെ ഇങ്ങനെ ഷൂട്ടിന്റെ പ്രൊമോഷൻസ്. അപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തികളായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ലെ? ചേച്ചി അങ്ങനെയായിരുന്നു. വൺസ് അവൾ ഇതിന് തുടങ്ങുമ്പോഴേ കുറച്ച് ബ്രേക്സ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ട്, ഗ്യാപ്സ് എല്ലാം ഉണ്ടാവും. അവള് പിന്നെ അവളുടെ ഫ്ലൈയിങ് സ്കൂൾ ഫ്ലോറിഡയിലായിരുന്നു. അപ്പോൾ ഒരു 1.5 കൊല്ലം ഇങ്ങനെ കുറച്ചായിട്ട് അവള്. അപ്പൊ ആദ്യത്തെ ആ ഗ്യാപ്പ് വന്നപ്പോ തൊട്ട് എങ്ങനെയാണ് അത് ചേച്ചിയിലേക്ക് നല്ലോണം എഫക്ട് ചെയ്ത് കാണുമല്ലോ? നിങ്ങൾ രണ്ടുപേരിലേക്ക് എഫക്ട് ചെയ്ത് കാണും. എങ്ങനെയാണ് അതൊന്ന് മാനേജ് ചെയ്തെടുത്തത്? ഫസ്റ്റ് അവള് ഗ്രൗണ്ട് കോഴ്സ് വന്നിട്ട് ബാംഗ്ലൂരിൽ ചെയ്തു. അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവിടെ പോയിട്ട് സെറ്റിൽ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ജസ്റ്റ് 3 months കോഴ്സ്. ഞാൻ പറഞ്ഞു 3 months അവള് ഇല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അവൾ എവിടെ പോയാലും ഞാൻ പോവും. അവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവള് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ അവൾക്ക് സമയമില്ല നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. ഫുൾ ഇരുന്ന് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 1 month ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനും പിന്നെ എൻ്റെ കസിനും ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു അവള്. സോ ഷി മാനേജ് ദോസ് 2 months. അപ്പോഴാണ് എന്താ പറയുക, കുട്ടികൾ നമ്മളെ പാരൻ്റായിട്ട് വളർക്കുകയാണ്. ഐ റേസ്ഡ് ഹെർ ആസ് എ ചൈൽഡ് ആൻഡ് ഷീ റേസ്ഡ് മീ ആസ് എ മോം. അപ്പോൾ ആ 2 months അവൾ ഇല്ലാതെ ഞാൻ ചെന്നൈയിൽ
ഉണ്ടായിരുന്നപ്പോൾ എന്നെ അവള് പ്രിപ്പയർ ചെയ്തു. ഓക്കെ. അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ശരി അവള് ഫ്ലൈങ് സ്കൂളിൽ എവിടെ പോയാലും ഷീ ക്യാൻ മാനേജ് ഓൺ ഓൺ. അങ്ങനെയാണ് അവളെ വിട്ടത്. ഇപ്പൊ ചേച്ചിയുടെ ഒരു ആക്ടിംഗ് ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ മിക്ക സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം ചേച്ചി ആക്ട് ചെയ്യും. സംഗീത മാഡം, ഈ ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയിലേക്ക് സാക്ഷാൽ മോഹൻലാലാണ് മാഡത്തിനെ സജസ്റ്റ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? ഞാൻ ശ്രീനി സാറുടെ ഒരു ഇന്റർവ്യൂ കട്ട് കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പൊ അതിലാണ് ഞാൻ അറിഞ്ഞത്. ആണോ? അല്ല ചേച്ചിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. അല്ല ഫസ്റ്റ് മലയാളത്തിലേക്കുള്ള എൻട്രി ലാലേട്ടന്റെ സിസ്റ്റർ ആയിട്ടായിരുന്നു അല്ലെ? നാടോടി എന്ന മൂവിയിലായിരുന്നു എൻട്രി. ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ചേച്ചിയുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സെറ്റിലുള്ള പിക്ചേഴ്സ് ആണോ, സിംഗിൾ പിക്ചേഴ്സ് ആണോ? അല്ല, അത് ആക്ച്വലി ഷൂട്ടിംഗ് കൊടൈക്കനാലിലായിരുന്നു. അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ മോഹിനി ചേച്ചിയാണ് അതില് ലീഡ്, ഫീമെയിൽ ലീഡ്. അപ്പൊ ലാൽ സാറിന്റെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. സോ എല്ലാവരും എടുക്കുകയാണ്. അപ്പൊ എനിക്കും കുറച്ച് എന്റെ കാൻഡിഡ് പിക്ചേഴ്സ് ആണ് കുറച്ച് കിട്ടി. അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഓർമ്മയിലുണ്ടോ ലാലേട്ടൻ ക്ലിക്ക് ചെയ്ത പോസസും കാര്യങ്ങളൊക്കെ? അപ്പൊ ചേച്ചി, ഒരാൾ നമ്മോടൊപ്പം വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്, താരാ നോക്കാം. ഓക്കെ. ഹായ് സംഗീത ചേച്ചി, ദിസ് ഇസ് മീ ഷഫ്ന. സുഖാണോ? എന്നെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരാത്തത്. സോ മൈൽ സ്റ്റോൺ മീഡിയ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ആനന്ദ് ശ്രീബാലയുടെ പ്രൊമോഷന് സംഗീത ചേച്ചി വരുന്നുണ്ട്, എന്തെങ്കിലും ഒരു സർപ്രൈസ് വീഡിയോ ചെയ്യാവോ? സോ ഐ വാസ് ടെല്ലിങ് ദം സർപ്രൈസ് ദാറ്റ് യു ഗേവ് മീ. അതായത് അഭിലാഷേട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, നിനക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ അടുത്തുണ്ട്, നീ സംസാരിക്കുക എന്ന് പറഞ്ഞു. ചേട്ടാ ആരാന്ന് ചോദിച്ചു. ചേട്ടൻ നീ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുറേ ക്ലൂ ഒക്കെ തരുന്നുണ്ട്. ചിന്താവിഷ്ട ശ്യാമളയിൽ ഒരുമിച്ചുണ്ടായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ സംഗീത ചേച്ചിയാണോ? സംഗീത ചേച്ചിയാകുമ്പം മലയാളം എത്ര സൂപ്പറായിട്ട് പറയില്ലല്ലോ. അപ്പോൾ അതിലുള്ള ബാക്കി ആർട്ടിസ്റ്റുകളുടെ പേരൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ചേച്ചി പറഞ്ഞു, അപ്പോൾ എന്നെ മറന്നുമില്ല, എൻ്റെ പേര് മാത്രം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ ചേച്ചിയുടെ പേര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ചേച്ചി മലയാളം പറയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരു തമിഴ് ടച്ചൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും ഇങ്ങനെ വിചാരിച്ചില്ല അത് ചേച്ചി അറിയാം. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പിന്നെ എനിക്ക് വിഷമമായി, ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവുമോ ഞാൻ ചേച്ചിനെ മറന്നു എന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് വിഷമമായി. ഞാൻ ചേച്ചിനെ മറന്നിട്ടല്ല, ചേച്ചി ഇത്ര സൂപ്പറായിട്ട് മലയാളം പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ എനിക്ക് വേറൊരു മെമ്മറി ചേച്ചീനെ കുറിച്ച് എന്ന് പറയുന്നത്, ഞാൻ എപ്പോൾ രസഗുള കണ്ടാലും ഞാൻ ചേച്ചീനെ ഓർക്കും. ഞാൻ എനിക്ക് അടുത്ത് അറിയാമെന്നുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ട് രസഗുള കഴിക്കുന്നത് ചേച്ചി വാങ്ങി തന്നിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോൾ രസഗുള കണ്ടാലും ഞാൻ ചേച്ചീനെ ഓർക്കും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി എല്ലാവർക്കും ഇങ്ങനെ രസഗുള കൊടുക്കുന്നത്, ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതൊക്കെ എനിക്ക് നല്ല ആ മെമ്മറി ഇങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട്. അപ്പോൾ യു ആർ മോർ ലൈക്ക് എ ഫാമിലി ടു മീ. ഐ എം സോ ഹാപ്പി യു ആർ ഡൂയിങ് മൂവീസ് ഹിയർ. ചേച്ചിയുടെ മൂവീസ് കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആനന്ദ് ശ്രീബാലയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അഭിലാഷ് ചേട്ടൻ, സംഗീത ചേച്ചി, അർജുൻ, അപർണ, വിഷ്ണു ചേട്ടൻ, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വലിയൊരു ഹിറ്റാവട്ടെ. ഇനിയും ചേച്ചി ഒരുപാട് മലയാള സിനിമകൾ ചെയ്യണം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷഫ്ന. താങ്ക് യു വെരി മച്ച്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. രസഗുളയാണോ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ചേച്ചിക്ക്? അതെ. ചേച്ചി തന്നെ വീട്ടിൽ നിന്ന് മെയ്ഡ് ചെയ്തുകൊണ്ട് വരുന്നതാണോ അതോ? അല്ല. ഓക്കെ. എല്ലാ സെറ്റിലും ക്യാരി ചെയ്യുന്ന ഒരു ഡെസേർട്ട് ആണോ? അങ്ങനെയല്ല, ഞാൻ അപ്പോൾ വളരെ പുവർ ഈറ്ററാണ്. അപ്പം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സോ ആകെ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്നത് ചിലത് ആണ്. കുറച്ച് ഫിഷ് ഫ്രൈസ് ഇഷ്ടമാണ്, അത് കഴിക്കും. പിന്നെ രസഗുള ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ചേച്ചിയുടെ മക്കളായിട്ടായിരുന്നു ഇവർ ആക്ട് ചെയ്തത്. ഇപ്പൊ ഇവരും സജീവമായിട്ട് മൂവി സീരിയൽസിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ടൈമില് ഇവർ ചെറുതായിരുന്നല്ലോ. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് സഫ്ന ചേച്ചിനെ പറ്റിയൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ്സ് ഉണ്ടോ? അങ്ങനെ എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ ഷഫ്ന പറയുന്ന പോലെ ആ രണ്ട് കുട്ടികളും എപ്പോഴും ഞങ്ങൾ കുറച്ച് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, കാരവൻ അങ്ങനെ അല്ലല്ലോ. സോ ഒരു വീട്ടിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമുക്കൊരു റൂം അവർ അലോട്ട് ചെയ്ത് തരും, ഒന്ന് പ്രൈവസിന് വേണ്ടി. അപ്പോൾ റെഡി ആയിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും ഷോട്ട് ഇല്ലാത്ത സമയത്ത്. അപ്പോൾ കുട്ടികളായതുകൊണ്ട് അവരും എൻ്റെ കൂടെ വരും. ഇങ്ങനെ കുറച്ച് അവരുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രമ്യ അല്ലേ, അവളും ഷഫ്ന, ഞങ്ങളൊക്കെ അവരുടെ അച്ഛൻ കുറച്ച് എലഫൻസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു
സ്ഥലത്ത് വിളിച്ചിട്ട് പോയി. ഓക്കെ. അപ്പൊ എന്റെ അച്ഛനുണ്ടായിരുന്നു കൂടെ. സോ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര രസമാണ്. ഓക്കെ. ഇപ്പോഴും ഈ രണ്ട് കുട്ടികൾ പറയുന്ന ഡയലോഗ് ഭയങ്കര സംഗീത മാഡം അഭിനയത്തിനോടൊപ്പം നന്നായിട്ട് പാട്ടും പാടുന്ന ഒരാളാണെന്നാണ് കിട്ടുണ്ണിക്ക് കിട്ടിയ വിവരം. കിട്ടുണ്ണിക്ക് വേണ്ടി ഒരു നല്ല പാട്ട് പാടിത്തരാമോ? കറക്റ്റ് ആണോ? കിട്ടുണ്ണി പറഞ്ഞ കറക്റ്റ് ആണോ? അല്ല റോങ് ഇൻഫർമേഷൻ. ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു. അല്ല, മറ്റേ അതിനകത്ത് ശ്രീനിവാസൻ സാർ ഒരു പാട്ട് പാടുന്നില്ലേ, അതൊന്ന് രണ്ടുപേരും ഒന്ന് പാടി. അല്ല താങ്ക് യു. ഇത്രയും സ്വീറ്റ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് കൂടുതൽ നിർബന്ധിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കിട്ടുണ്ണി അത് റോങ് ഇൻഫർമേഷൻ ആണ്. അപ്പം ഇവിടെ കുട്ടികൾ പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആണ് അല്ലെ? അയ്യോ അച്ഛാ പോകല്ലേ. ചേച്ചി അതൊന്ന് പറയാമോ ഒരു 3 വട്ടം? ആ ഒരു ടൂണിൽ തന്നെ പറ. അത് പിന്നെ ആ ഡയലോഗ് എൻ്റെ ലൈഫിൽ വേറെ ഒരു മൊമെന്റിൽ എനിക്ക് മൈൻഡിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫണ്ണി ഫീൽ എനിക്കില്ല. എൻ്റെ അച്ഛൻ്റെ ഡിമൈസിൽ അച്ഛനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഒരു ലാംഗ്വേജിലാണല്ലോ, അപ്പോൾ അയ്യോ അച്ഛാ പോലേന്ന് ഒരു നമുക്ക് തോന്നില്ലേ? ആ സമയത്ത് എനിക്ക് ഈ ഡയലോഗ് ഓർമ്മ വന്നു, ഈ കുട്ടികൾ പറയുന്നത്. സോ അതുകൊണ്ട് അത് എനിക്ക് അതിൻ്റെ ഒരു ഫണ്ണി ഫീൽ ഉണ്ട് ഇല്ല അങ്ങനെ പറയാം. സോ ന്യൂട്രൽ ആണ്. ഓക്കെ. അച്ഛൻ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അല്ലേ ചേച്ചിക്ക്? പെട്ടാണ് ഞാൻ ഭയങ്കര ഈ പാമ്പേർഡ് മീ ലോട്ട് മോർ ദാൻ അമ്മ. അപ്പം സപ്പോർട്ട് എല്ലാ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്, ഈക്വൽ ആണ്. അച്ഛൻ കുറച്ച് എക്സ്ട്രാ പാമ്പറിങ്. ഓക്കെ. അപ്പം അച്ഛനില്ലാത്ത ഒരു സാന്നിധ്യം ഭയങ്കരമായിട്ട് ചേച്ചിനെ അഫക്റ്റ് ചെയ്തിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എപ്പോഴായിരുന്നു ചേച്ചിക്ക്? ആക്ച്വലി മിസറബിൾ ടൈം എന്ന് പറഞ്ഞാൽ അച്ഛൻ ICUവിൽ ഉണ്ടായിരുന്ന ഒരു 12-13 ഡേയ്സ് ആണ്. അപ്പോഴാണ് ഭയങ്കര ഞാൻ ബ്രേക്ക് ആയത്. ഓക്കെ. ഇപ്പം ലാലേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെ ഒപ്പം ചേച്ചി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക എന്തൊരു ചെല്ലപ്പേര് കിട്ടി വിളിച്ചില്ലേ, സന്തുഷ്ടയായ ശ്യാമള. ആ ഒരു പേര് വരാൻ കാരണം എന്താണ്? അതപ്പോൾ ശ്യാമള റിലീസായിട്ട് നല്ല ഹിറ്റായി. അപ്പം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ബിലീവ് ചെയ്യും. അതുകൊണ്ട് അവര് എന്നോട് പറഞ്ഞു ടൈറ്റിൽ മാറ്റിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു റിലീസായ പടത്തിന് ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് മമ്മൂട്ടി സാറാണ്. മോർണിംഗ് സ്പോട്ടിൽ പോയിട്ട് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന മുമ്പ് അതൊക്കെ പറയണേ. അപ്പൊ ഞാൻ വിചാരിച്ചു അതാണ് ട്രൂത്ത് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിലീസായ പടത്തിന് ടൈറ്റിൽ മാറ്റോ സാർ എന്നൊക്കെ ചോദിച്ചു. അതേ മാറ്റി. കണ്ടില്ലേ പോസ്റ്റേഴ്സ് ഒക്കെ. അപ്പൊ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഇപ്പൊ കുറച്ചൊക്കെ വായിക്കും. അത് ചിന്താവിഷ്ടയായ ശ്യാമള അല്ല ചന്തുഷ്ടയായ ശ്യാമളായിട്ട് മാറ്റി. ഞാനത് ബിലീവ് ചെയ്തു, വിശ്വസിച്ചു. പിന്നെ എപ്പോഴാണ് മമ്മൂട്ടി സാർ മാറ്റി പറഞ്ഞത്? അല്ലല്ല കുറച്ച് കഴിയുമ്പോ എല്ലാവരും പറഞ്ഞു ചുമ്മാ പറ്റിച്ചതാണ്. ഏതെങ്കിലും രീതിയിൽ ശ്യാമള എന്ന് പറഞ്ഞ ക്യാരക്ടർ സഹായിച്ചിട്ടുണ്ടോ ചേച്ചിയുടെ പേഴ്സണൽ ലൈഫില്? അങ്ങനെ അത് കണക്ട് ആവുന്ന ഒരു രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. സോ പേഴ്സണലി എനിക്കൊന്നും അങ്ങനെ ഓർമ്മയില്ല. ഓക്കെ. ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഇത്രത്തോളം ഡെപ്ത് ഉണ്ട്, സീരിയസ്നെസ് ഉണ്ട് എന്ന് ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പം എന്തായിരുന്നു? അതെ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് അതിന്റെ പ്രൊഡ്യൂസർ കരുണാകരൻ സാറാണ് വിളിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി പ്രിപ്പയർ ആയത്. ഓ മൈ ഗോഡ് ആണോ അങ്ങനെ. ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിലെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ്. അപ്പം അത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അതിനുശേഷം എങ്ങനെയാണ് ചേച്ചി ഫിലിമിനെ നോക്കി കണ്ടിരുന്നത്? കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി പോയി. അത് നമ്മൾ കിട്ടുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വർക്കും നമ്മൾ ഒന്ന് ആലോചിക്കും, ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവാർഡിന് എക്സ്പെക്ട് ചെയ്യില്ല എപ്പോഴും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും. എന്നാൽ ഇത് കിട്ടിയ ശേഷം നമുക്ക് കുറച്ച് ഒരു റെസ്പോൺസിബിലിറ്റി കൂടും. അയ്യോ നമ്മളെല്ലാവരും നല്ല ആക്ടർ എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഒന്ന് വി ഹാവ് ടു ബി മോർ ജെന്യൂൻ ടു ദ അങ്ങനെ. ചേച്ചിയുടെ പ്രണയവിവാഹമായിരുന്നു എന്ന് കേട്ടിരുന്നു, സത്യമല്ലേ? ഓക്കെ. വിജയ് സാറിന്റെ ഒപ്പം ആക്ട് ചെയ്യുന്ന ആ മൂവിയിലായിരുന്നു അല്ലേ? DOP ആയിരുന്നു ശരവണൻ സാർ അല്ലേ? അപ്പം നിങ്ങളുടെ പ്രണയം ഭയങ്കര സീക്രസി ആയിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഒരു നെട്ടലായിരുന്നു നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്നത്. അതെന്താ അത്രയും സീക്രസി ആയിട്ട് വെക്കാൻ കാരണം എന്താണ്? അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഭയങ്കര കൺസർവേറ്റീവ് ആണ് വീട്ടില്.
അപ്പം ഞാൻ പറഞ്ഞില്ലേ സെറ്റിൽ പോലും ഒരു ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ വർക്ക്, അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ, അങ്ങനെയായിരുന്നു ഞാൻ മോസ്റ്റ്ലി. അപ്പോൾ ഞാൻ ഫിലിംസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്താലും ഓക്കെ പറയുന്ന പാരൻസ് അല്ല. വീട്ടില് ബാക്കി 3 സിബ്ലിങ്സ് എങ്ങനെയാണോ സെയിം ട്രീറ്റ്മെന്റ് ആണ് എനിക്കും. അപ്പോൾ എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ തെറ്റെന്ന് അറിയാതെ കൂടി നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മൾ എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് ക്വിറ്റ് യുവർ സിനിമ എന്ന് പറയും വീട്ടില്. അപ്പൊ നമുക്ക് സിനിമയിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഓക്കെ. അവിടെ സ്ട്രിക്റ്റ് അതൊന്നുമില്ല, നമ്മളുടെ ഒരു നല്ലതിനല്ലേ അവർ പറയണത്. സോ അങ്ങനെയായിരുന്നു. അപ്പോൾ ലവ് മാരേജ് എന്ന് പറയുന്നത് അവരങ്ങനെ നീ സിനിമയിലുണ്ട്, നീ ഇത്രയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ പറയുന്ന പാരന്റ്സ് അല്ല. കുറച്ച് സ്ട്രിക്റ്റും പ്രണയവും അങ്ങനെ സീക്രട്സ് ആയിട്ട് വെച്ചു. അതിനുശേഷം എനിക്കൊന്ന് തിരുപ്പാച്ചിയുടെ സെറ്റിൽ വെച്ച് വിജയ് സാറ് ചേച്ചിനെ മോളെയും കാണണം എന്നൊക്കെ അല്ലെ ഹസ്ബൻഡ് പോയി കണ്ടിരുന്നോ? അതെ പോയി കണ്ടിരുന്നു. അതിന് ആ ഒരു മൂവിക്ക് ശേഷം പിന്നെ വിജയ് സാറിനെ കാണുന്ന അപ്പോഴാണോ, തിരുപ്പാച്ചിയുടെ സെറ്റിലാണോ? ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അത്ര ഫ്രീക്വന്റ് ആയിട്ടല്ല. എപ്പോഴെങ്കിലും വിളിക്കും ഇങ്ങനെ കുട്ടീനെ, അല്ലെങ്കിൽ വീട്ടില് എങ്ങനെയുണ്ട് വൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് അടുത്താണെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കണ്ടിട്ട് വരും. നോട്ട് ഓൺലി വിജയ്, വേറെ ആരെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സീനിയേഴ്സ് ആരും എന്നെ കുറിച്ച് അന്വേഷിച്ചാലും അവർക്ക് വേണ്ടി ചിലപ്പോൾ വളരെ സീനിയർ ആകുമ്പോൾ ഞാൻ അവരെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരും. ഇപ്പം മമ്മൂട്ടി സാറായിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയായിട്ട് എങ്ങനെയാണ് ചേച്ചി ആ ഒരു മൂവിയിൽ ആക്ട് ചെയ്യുമ്പോൾ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയാണ് അല്ലേ? അപ്പം ചേച്ചിയുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചീത്ത പറയും, മമ്മൂക്ക ചീത്ത പറയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആക്ച്വലി പല്ലാവൂർ ദേവനാരായൺ എനിക്ക് മമ്മൂട്ടി സാറുടെ കൂടെ സെക്കൻഡ് മൂവിയാണ്. തമിഴിൽ ഞാൻ ഒരു പടം ചെയ്തു മമ്മൂട്ടി സാർ, അതാണ് ഫസ്റ്റ്. അപ്പോ ഭയങ്കര ബിൽഡപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി സാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനെ ഭയങ്കര ഒരു ഡിസിപ്ലിൻഡ് ആണ്. ഞാൻ ജനറലി എനിക്ക് കുഴപ്പമുണ്ടാവില്ല, എന്നാലും നമുക്കൊരു പേടിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അയ്യോ ഭയങ്കര സീനിയർ അല്ലേ, നമ്മളൊന്നും തെറ്റ് ചെയ്യാൻ പാടില്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മളുടെ ബിഹേവിയർ ഇരിക്കണം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ സെറ്റിൽ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി തമിഴ് പടത്തിന്റെ ഒരു കോമ്പിനേഷൻ അത്ര ഓർമ്മയില്ല. അതിൽ കുറച്ച് ആക്ഷൻ ബ്ലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അഗൈൻ പല്ലാവൂർ വരുമ്പോഴാണ് മമ്മൂട്ടി സാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്തത് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തമിഴിൽ തന്നെ ഇപ്പൊ വിജയകാന്ത് സാർ, രജനി സാർ, കമൽ സാർ അല്ലെ, പ്രഭു സാർ എല്ലാവരുടെ ഒപ്പം ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വിജയകാന്ത് സാർ തന്നെ ഒരു ചെല്ലപ്പേര് ഇട്ടിട്ടുണ്ട് അല്ലെ, മഹാൽ എക്സ്പ്രസ്. ആ ഒരു പേര് വരാൻ കാരണം എന്താണ്? അതെന്തെന്ന് വെച്ചാൽ വിജയകാന്ത് സാർ ഭയങ്കര ആക്റ്റീവ് ആണ്. അതെ. അപ്പം ഷോട്ട് ഇല്ലാത്ത സമയത്തും വിജയകാന്ത് സാർ നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു സ്റ്റൂളിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുക. അങ്ങനെ ഒരു ഭയങ്കര ഒരു ആക്റ്റീവ് പേഴ്സൺ ആണ്. അപ്പൊ നമ്മള് ആക്റ്റീവ് തന്നെ ആണ് വീട്ടിലും പുറത്തും. പക്ഷെ നമുക്ക് ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ്, ഡിസംബറിൽ, ഭയങ്കര കോൾഡ്. സോ അലക്സാണ്ടർ അപ്പോൾ അവര് ഷോട്ടിന് വിളിക്കുമ്പോൾ സാർ പോകുന്ന സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മള് ഹീൽസ് ഇട്ടിട്ട് സാരി ഇട്ടിട്ട് അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടേ പോവുള്ളൂ. അപ്പൊ സാർ പറഞ്ഞു മഹാൽ എക്സ്പ്രസ് എന്ന് വിളിച്ചു. എനിക്കത് എന്താണെന്ന് അപ്പൊ അറിയില്ല. എന്താ ഞാൻ വിചാരിച്ചു എക്സ്പ്രസ് എന്ന വേർഡ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ ഭയങ്കര ഫാസ്റ്റ് എന്ന് പറയണു വിചാരിച്ചു ആദ്യം. പിന്നീടാണ് അറിയുന്നത് ഈ മധുരൈ പോകുന്ന ട്രെയിനിന്റെ പേരാണ് മഹാൽ എക്സ്പ്രസ്, വിച്ച് ഇസ് റിയലി സ്ലോ. വളരെ ഡ്യൂറേഷൻ ജാസ്തി ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. പിന്നീടാണ് ആ ഒരു മീനിങ് മനസ്സിലാക്കല്ലേ. ഇപ്പം വിജയകാന്ത് സാറ് പോലെ തന്നെ തിലകൻ സാറ്, നെടുമുടി വേണു സാറ്, അങ്ങനെ ഒരുപാട് ലെജൻസിന്റെ ഒപ്പം ആക്ട് ചെയ്തു. അവരൊന്നും ഇപ്പൊ ഇല്ല അല്ലേ. അപ്പം അവരിൽ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ആരുടെ വിയോഗമാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫീൽ ആയത്? അത്ര പേഴ്സണൽ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണലി സെറ്റിലാണ് അവർ കാണുന്നത്. പക്ഷെ ശ്യാമള സെറ്റിൽ ഞാൻ യങ്ങസ്റ്റ് ആണ്. ഈ കുട്ടികളും ഞാനാണ് അവിടുത്തെ ഒരു യങ് പീപ്പിൾ. അപ്പോ അവര് നമ്മളുടെ അടുത്ത് ഭയങ്കര അവര് സൂപ്പർ സീനിയേഴ്സ് അല്ലേ, കുട്ടിയായിട്ടാണ് നമ്മൾ അവര് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്കൊരു കംഫർട്ടബിൾ ഫീൽ ഉണ്ട് അവിടെ. പിന്നെ അതല്ലാതെ നെടുമുടി അങ്കിൾ കുറച്ച് കറക്ഷൻസ് ഒക്കെ ചെയ്തു തരും. തിലകൻ സാറോ? തിലകൻ അങ്കിൾ പിന്നെ കറക്ഷൻസ് പറഞ്ഞാൽ അതങ്ങനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർഫോമൻസ് അങ്ങനെ ഒരു ഫ്ലോ ആവും. അവരുടെ ഒരു കംഫർട്ട്
ഫീൽ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ചേച്ചി ആനന്ദ് ശ്രീബാല നവംബർ 15 റിലീസാകാൻ പോവുകയാണ്. അപ്പൊ ഇനി ബാക്ക് ടു ബാക്ക് ചേച്ചി നമ്മോടൊപ്പം തന്നെ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ആ, ഇനി ഞങ്ങൾക്ക് ആ ചോദ്യം വരത്തരുത്. മറ്റേ ശ്രീനിവാസൻ സാറ് മറ്റേ എല്ലാം കറങ്ങി എല്ലാം വന്നു കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചോദിപ്പിക്കരുത്. ഇപ്പൊ ഇനി ആക്റ്റീവായിട്ട് ബാക്ക് ടു ബാക്ക് ഒരുപാട് മൂവീസിൽ ചേച്ചി വരട്ടെ, ഞങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആനന്ദ് ശ്രീബാല, ഒരു ഗ്രേറ്റ് സക്സസ് ആകട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കെന്ന ഷോയിൽ ചേച്ചിനെ പോലെയുള്ള ഒരു നല്ലൊരു അഭിനേത്രിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക് യു കെന. താങ്ക് യു. It was a pleasure to meet you and work with you. താങ്ക് യു ചേച്ചി.